ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ ജോയിൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ജോയിൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതിന് രണ്ട് ടേബിളിലുള്ള ഡാറ്റ കമ്പൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കാണിക്കണമെങ്കിൽ നമ്മളൊരു ഫോറിൻ കീ ഡിഫൈൻ ചെയ്യണമെന്നും ആ ഫോറിൻ കീ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂണിയനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ യൂണിയനും ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ടേബിളുള്ള ഡാറ്റ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ സ്റ്റുഡൻസ് ടേബിളിലുള്ള ഡാറ്റ ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്. അതുപോലെ തന്നെ എംപ്ലോയീസ് ടേബിളുള്ള ഡാറ്റയും ഞാനിവിടെ ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ രണ്ട് സ്റ്റുഡൻസ് ടേബിളിലെയും അതുപോലെ തന്നെ എംപ്ലോയീസ് ടേബിളിലെയും ഡാറ്റ എനിക്ക് കമ്പൈൻ ചെയ്ത് കാണിക്കണം. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂണിയൻ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഫോറിൻ കീ ഡിഫൈൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഈ രണ്ട് ടേബിൾ തമ്മിലൊരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഈ സിറ്റുവേഷനിൽ നമുക്ക് യൂണിയൻ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് ടേബിളിലെ കോളംസ് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇവിടെ ഉള്ളൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന രണ്ട് ടേബിളിലെയും കോളംസിൻ്റെ നെയിമും അതുപോലെ തന്നെ കോളംസിൻ്റെ ഡാറ്റ ടൈപ്പും സെയിം ആയിരിക്കണം. ഓക്കെ, സോ നമ്മൾ ഈ രണ്ട് ടേബിളിൽ കോമൺ ആയിട്ട് വരുന്നത് ഒന്ന് ID വരുന്നുണ്ട്, അതുപോലെ നെയിം, ഇമെയിൽ. ഓക്കെ, ഈ മൂന്ന് ഫീൽഡുകളാണ് നമുക്കിവിടെ കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിയൻ ഉപയോഗിച്ച് നമുക്ക് ഈ മൂന്ന് കോളങ്ങളെ മാത്രമേ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. സെലക്ട്, ദെൻ ഞാനിവിടെ എടുക്കുന്നത് നെയിമും ഇമെയിലും മാത്രമാണ്. സോ നെയിം, ഇമെയിൽ from students. Okay, then നമ്മുടെ യൂണിയൻ കീവേഡ് യൂസ് ചെയ്യുക. സോ യൂണിയൻ, ദെൻ നമ്മുടെ നെക്സ്റ്റ് പറയുന്നത് സോ സെലക്ട് നെയിം, ഇമെയിൽ ഫ്രം എംപ്ലോയീസ്. ഓക്കെ, ഞാനൊരു ഓർഡർ ബൈയുടെ കൊടുത്തു, ഓർഡർ ബൈ ഇമെയിൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ രണ്ട് ടേബിളിലെയും നെയിമും ഇമെയിലും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ അഖിൽ എന്ന് പറയുന്ന റെക്കോർഡ് നമ്മുടെ എംപ്ലോയീസ് ടേബിളിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് ടേബിളുണ്ട്, സെയിം നെയിം ആൻഡ് ഇമെയിൽ. ഓക്കെ, പക്ഷേ നമ്മൾ യൂണിയൻ ചെയ്തപ്പോൾ നമുക്ക് ആകെ ഒറ്റ റെക്കോർഡ് മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ യൂണിയൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എല്ലാം ഒഴിവാക്കിയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ അത് പ്രിൻ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂസും നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ യൂണിയൻ കീവേഡിന് പകരം യൂണിയൻ ഓൾ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആ രണ്ട് അഖിൽ, അതായത് എംപ്ലോയീസ് ടേബിളിലെയും സ്റ്റുഡൻസ് ടേബിളിലെയും അഖിലിൻ്റെ റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂണിയൻ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.